First topic is solution of system of linear equation. അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ എന്താണ് മെത്തേഡ് എന്ന് നോക്കാം. ആദ്യം നമ്മളൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കൺസിഡർ ചെയ്തു. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a11 x1 പ്ലസ് a12 x2 പ്ലസ് a13 x3 പ്ലസ് എക്സെട്ര a1n xn ഈക്വൽ ടു k1. അതുപോലെ അടുത്തത് a21 x1 a22 x2 a23 x3 പ്ലസ് എക്സെട്ര a2n xn ഈക്വൽ ടു k2. അങ്ങനെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൺസിഡർ ചെയ്തു. അതിനുശേഷം ആദ്യം ചെയ്യേണ്ടത് ഇതിനെ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒന്നാമത്തെ ഇക്വേഷൻ്റെ x1ൻ്റെ കോഎഫിഷ്യൻറ്റ് a11, x2ൻ്റെ കോഎഫിഷ്യൻറ്റ് a12, x3ൻ്റെ കോഎഫിഷ്യൻറ്റ് a13, എക്സെട്ര xnൻ്റെ കോഎഫിഷ്യൻറ്റ് a1n. അപ്പോൾ ഒന്നാമത്തെ റോ കംപ്ലീറ്റ് ആവും. ഇനി രണ്ടാമത്തെ റോ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് a21, a22, a23, എക്സെട്ര a2n. ഇനി അതുപോലെ ഇങ്ങനെ ഓരോ ഇക്വേഷൻ്റെയും കോഎഫിഷ്യൻസ് ഓരോ റോ ആയിട്ട് എൻ്റർ ചെയ്യുക. അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ a എന്ന് പറയുന്ന മെട്രിക്സ് ആയി. ഇനി x എന്ന് പറയുന്ന മെട്രിക്സ് എഴുതാൻ നമ്മൾ ഇവിടുത്തെ ഇക്വേഷനിലെ വേരിയബിൾസ് ഏതൊക്കെയാണോ, ഇവിടുത്തെ വേരിയബിൾസ് x1, x2, x3, എക്സെട്ര xn ആണ്. അതുകൊണ്ട് അത് ഒരു കോളം മെട്രിക്സ് ആക്കിയിട്ട് എഴുതി. ഇനി ഈക്വൽ ടു b എന്ന് പറയുന്ന മെട്രിക്സ് എഴുതാൻ റൈറ്റ് സൈഡിലുള്ള വാല്യൂസിനെ കോളംസ് ആയിട്ട് എഴുതുക. k1, k2, k3, എക്സെട്ര km. അതിനുശേഷം നമ്മളിത് വെച്ചിട്ട് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതണം. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ a ബാർ b. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം a എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക, അതിൻ്റെ അടുത്ത കോളമായിട്ട് b എന്ന് പറയുന്ന മെട്രിക്സ് അതിൻ്റെ കൂടെ ചേർക്കുക. അപ്പോൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആയി. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെയും a എന്ന് പറയുന്ന മെട്രിക്സിൻ്റെയും റാങ്ക് കണ്ടുപിടിക്കുക. ആ റാങ്ക് കമ്പയർ ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ സൊല്യൂഷൻ എന്താണ് കിട്ടുക എന്ന് പറയുന്നത്. അപ്പം a ബാർ b ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്കും a എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റാങ്കും ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിലും അവിടെ യൂണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു സെറ്റ് ഓഫ് സൊല്യൂഷനാണ് നമുക്ക് കിട്ടുക. ഇനി ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്കും എൻ്റെ റാങ്കും ഈക്വലാണ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിലും അവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. അടുത്തത് ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്കും എൻ്റെ റാങ്കും ഈക്വൽ അല്ലെങ്കിൽ അവിടെ സൊല്യൂഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് സോൾവ് ദ ഇക്വേഷൻ. നമുക്കത് ഇവിടെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. x plus 2y plus 3z minus w equal to 10, 2x plus 3y minus 3z minus w equal to 1, 2x minus y plus 2z plus 3w equal to 7, 3x plus 2y minus 4z plus 3w equal to 2. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ റോ എഴുതാൻ, a എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഒന്നാമത്തെ റോ എഴുതാൻ ഒന്നാമത്തെ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, വൈൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്, സെഡിൻ്റെ കോഎഫിഷ്യൻറ്റ് 3, ഡബ്ല്യുവിൻ്റെ കോഎഫിഷ്യൻറ്റ് -1. അടുത്ത റോ രണ്ടാമത്തെ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് 2, 3, -3, -1. അടുത്തത് മൂന്നാമത്തെ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് 2, -1, 2, 3. അടുത്തത് നാലാമത്തെ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് 3, 2, -4, 3. ഇൻറ്റു ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ വേരിയബിൾസ് എക്സ്, വൈ, സെഡ്, ഡബ്ല്യു ആണ്. അപ്പോൾ അത് നമ്മൾ കോളം മെട്രിക്സ് ആക്കിയിട്ട് എഴുതി. അതിനുശേഷം ഈക്വൽ ടു ബി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതാൻ റൈറ്റ് സൈഡിലുള്ള വാല്യൂസ് കോളം മെട്രിക്സ് ആക്കിയിട്ട് എഴുതാം. 10, 1, 7, 2. അത്ര എഴുതി കഴിഞ്ഞിട്ട് ഇനി നമ്മളതിനെ അത് വെച്ചിട്ട് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുകയാണ്. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുമ്പോൾ a ബാർ ബി ഈക്വൽ ടു ആദ്യം a എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി, അതിൻ്റെ അഞ്ചാമത്തെ കോളമായിട്ട് നമ്മൾ b എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി. 10, 1, 7, 2. ഇനി നമ്മൾ ഈ മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കണം. റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് റോ എക്കലോൺ ഫോം വെച്ചിട്ടാണ് നമ്മളിവിടെ റാങ്ക് കണ്ടുപിടിക്കുന്നത്. റോ എക്കലോൺ ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻസിൻ്റെ താഴെയുള്ള എലമെൻറ്റ്സ് 0 ആക്കുക. അപ്പോൾ നമ്മൾ ഈ ഇവിടെയുള്ള ഡയഗണൽ എലമെൻസിൻ്റെ താഴെയുള്ള 6 എലമെൻറ്റ്സ് ആണ് 0 ആക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് എലമെൻറ്റിൻ്റെ താഴെയുള്ള ഈ 3 എലമെൻറ്റ് 0 ആക്കുക. അതിനുശേഷം ഈ എലമെൻറ്റ് യൂസ് ചെയ്തിട്ട് ഈ 2 എലമെൻറ്റ് 0 ആക്കുക. പിന്നെ ഈ എലമെൻറ്റ് യൂസ് ചെയ്തിട്ട് ഈ എലമെൻറ്റിനെ 0 ആക്കുക.
ഇത്രയാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത് ഈ 1 യൂസ് ചെയ്തിട്ട് അതിൻ്റെ താഴെയുള്ള എലമെൻസിനെ 0 ആക്കണം. അപ്പോൾ ഒന്നാമത്തെ റോവിനെ നമുക്ക് R1 എന്ന് പറയാം, രണ്ടാമത്തെ റോ R2 എന്ന് പറയാം, മൂന്നാമത്തെ റോ R3, നാലാമത്തെ റോ R4. അപ്പോൾ R2, R3, R4നെ നമ്മൾ R1 യൂസ് ചെയ്തിട്ട് 0 ആക്കണം. അപ്പോൾ സെക്കൻഡ് റോൻ്റെ ഇക്വേഷൻ വരിക R2 ഗീവ്സ് R2 മൈനസ് 2R1. R1ൽ 1 ആണുള്ളത്, R2ൽ 2 ആണുള്ളത്. അപ്പോൾ R1നോട് ആദ്യം നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് R2ന്ന് ആ 2R1 മൈനസ് ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ എലമെൻറ്റ് മൈനസ് ചെയ്യുമ്പോൾ 2 മൈനസ് 2 0 എന്ന് കിട്ടും. രണ്ടാമത്തെ എലമെൻറ്റ് 3 മൈനസ് 4 എന്ന് കിട്ടും, -1. അടുത്തത് -3 മൈനസ് 6 -9 എന്ന് കിട്ടും. അടുത്തത് -1 പ്ലസ് 2 1 എന്ന് കിട്ടും. അടുത്തത് 1 മൈനസ് 20 -19 എന്ന് കിട്ടും. ഓരോ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അടുത്ത റോൻ്റെ ഇക്വേഷൻ R3ൻ്റെ ഇക്വേഷൻ R3 ഗീവ്സ് R3 മൈനസ് 2R1. അപ്പോൾ 2 മൈനസ് 2 0, -1 മൈനസ് 4 -5, 2 മൈനസ് 6 -4, 3 പ്ലസ് 2 5, 7 മൈനസ് 20 -13 എന്ന് കിട്ടും. മൂന്നാമത്തെ റോൻ്റെ ഇക്വേഷൻ R4 ഗീവ്സ് R4 മൈനസ് 3R1. അപ്പോൾ 3 മൈനസ് 3 0, 2 മൈനസ് 6 -4, -4 മൈനസ് 9 -13, 3 മൈനസ് -3 6, 2 മൈനസ് 30 -28. അപ്പോൾ ഒന്നാമത്തെ റോയിൻ്റെ ഒന്നാമത്തെ എലമെൻറ്റിൻ്റെ താഴെയുള്ള എലമെൻറ്റ്സ് എല്ലാം നമുക്ക് 0 എന്ന് കിട്ടി. അടുത്ത ഇനി ഈ എലമെൻറ്റ് യൂസ് ചെയ്തിട്ട് ഈ 2 എലമെൻറ്റിനെ 0 ആക്കണം. അപ്പോൾ ആദ്യം R3ൻ്റെ ഇക്വേഷൻ എഴുതണം. R3 ഗീവ്സ് R3 മൈനസ് 5R2. അപ്പോൾ -5 പ്ലസ് 5 0, -4 പ്ലസ് 45 41 എന്ന് കിട്ടും. 5 മൈനസ് 5 0 എന്ന് കിട്ടും. -13 പ്ലസ് 5 × 19 82 എന്ന് കിട്ടും. അതുപോലെ അടുത്ത റോൻ്റെ ഇക്വേഷൻ R4 ഗിവ്സ് R4 മൈനസ് 4R2. അപ്പോൾ -4 പ്ലസ് 4 0. അടുത്തത് -13 പ്ലസ് 4 × 9 23 എന്ന് കിട്ടും. അടുത്തത് 6 മൈനസ് 4 2. അടുത്തത് -28 പ്ലസ് 4 × 19 48 എന്ന് കിട്ടും. അപ്പോൾ ഈ എലമെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ താഴെയുള്ള 2 എലമെൻറ്റ് 0 ആക്കി. അടുത്തതിന് ഈ എലമെൻറ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ താഴെയുള്ള എലമെൻറ്റ് 0 ആക്കണം. അപ്പോൾ ആ എലമെൻറ്റ് യൂസ് ചെയ്തിട്ട് 0 ആക്കണമെങ്കിൽ 41 23 ആണ്. അതിൻ്റെ മൾട്ടിപ്പിൾ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. അപ്പോൾ നമുക്ക് 0 ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 0 ആക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ എലമെൻറ്റിനെ 1 ആക്കുന്നു. ആ എലമെൻറ്റിനെ 1 ആക്കാൻ വേണ്ടിയിട്ട് ആ റോനെ, അതായത് R3 എന്ന് പറയുന്ന റോയെ ആ എലമെൻറ്റ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. അവിടെ ഇപ്പോൾ 41 ആയതുകൊണ്ട് R3നെ നമ്മൾ 41 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് R3 ഇംപ്ലൈസ് R3 ഡിവൈഡഡ് ബൈ 41. അപ്പോൾ തേർഡ് റോ ചേഞ്ച് ചെയ്തിട്ട് 0 0 1 0 2 എന്ന് കിട്ടും. ഇനി ഈ 1 യൂസ് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ ഈ എലമെൻറ്റിനെ 0 ആക്കാം. ഇപ്പോൾ അടുത്ത ഇക്വേഷൻ വരിക. R4 ഗിവ്സ് R4 മൈനസ് 23 R3. അപ്പോൾ 0 മൈനസ് 0 0, 0 മൈനസ് 0 0, 23 മൈനസ് 23 0, 2 മൈനസ് 0 2, 48 മൈനസ് 46 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഡയഗണൽ എലമെൻസിൻ്റെ താഴെയുള്ള എലമെൻസ് എല്ലാം 0 എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ റോ എക്കലോൺ ഫോമായി. ഇനി നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം റാങ്ക് ഓഫ് എ ബാർ ബി. റാങ്ക് ഓഫ് ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആയിരിക്കും. എത്ര നോൺ സീറോ റോ ഉണ്ട് അതാണ് ഒരു മെട്രിക്സിൻ്റെ റാങ്ക്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എ ബാർ ബി നോക്കുമ്പോൾ 4 നോൺ സീറോ റോയാണുള്ളത്. അപ്പോൾ റാങ്ക് ഓഫ് എ ബാർ ബി എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടും. അതുപോലെ ഇനി എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ലാസ്റ്റ് കോളമാണ് ബി എന്ന് പറയുന്ന മെട്രിക്സ്. ഈ ലാസ്റ്റ് കോളം ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ആ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് നോക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് 4 തന്നെയാണ്. അപ്പോൾ റാങ്ക് ഓഫ് എ ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെ റാങ്ക് ഓഫ് എ ബാർ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആണ്. ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണ്. നമുക്കിവിടെ 4 അൺനോൺസ് ആണ് ഉള്ളത്, എക്സ് വൈ സെഡ് ഡബ്ല്യു. അപ്പോൾ ഇവിടെ
യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇനി അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ വീണ്ടും പഴയതുപോലെ ഇതിനെ മെട്രിക്സ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ മെട്രിക്സ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് 1 2 3 -1 0 -1 -9 1 0 0 1 0 0 0 0 2 എന്ന് കിട്ടും. ഇൻറ്റു എക്സ് വൈ സെഡ് ഡബ്ല്യു ഈക്വൽ ടു ബി എന്ന് പറയുന്ന മെട്രിക്സ് 10 9 -19 2 2 എന്ന് കിട്ടും. തിരിച്ച് ഇതിനെ വീണ്ടും പഴയതുപോലെ ഇക്വേഷനാക്കി കൺവേർട്ട് ചെയ്യാം. ഇക്വേഷനാക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 2y പ്ലസ് 3z മൈനസ് ഡബ്ല്യു ഈക്വൽ ടു 10. അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അടുത്തത് -y മൈനസ് 9z പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു -19 രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ z ഈക്വൽ ടു 2. നാലാമത്തെ ഇക്വേഷൻ 2w ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് 4 ഇക്വേഷനും കിട്ടി. നമ്മൾ ഈ എഴുതിയ നാലാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് w കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നാലാമത്തെ ഇക്വേഷൻ 2w ഈക്വൽ ടു 2 ആണ്. അവിടെ നിന്ന് w ഈക്വൽ ടു 2/2 1 എന്ന് കിട്ടി. അടുത്തത് മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് z കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് z ഡയറക്റ്റ് കിട്ടി, z ഈക്വൽ ടു 2. ഇനി രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഇക്വേഷനിൽ നമുക്ക് z ഉം w സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളവിടെ z ഉം w സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -y -9 × 2 18 പ്ലസ് 1 ഈക്വൽ ടു -19 എന്ന് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് -y ഈക്വൽ ടു -2 y ഈക്വൽ ടു 2. അതിനുശേഷം ഇനി നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ വൈയും സെഡും ഡബ്ല്യുവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഇക്വേഷനിലേക്ക് നമ്മൾ എക്സ് വൈ സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് വൈ സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് 4 പ്ലസ് 6 മൈനസ് 1 ഈക്വൽ ടു 10 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2, z ഈക്വൽ ടു 2, w ഈക്വൽ ടു 1 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് 5x മൈനസ് 6y പ്ലസ് 4z ഈക്വൽ ടു 15, 7x പ്ലസ് 4y മൈനസ് 3z ഈക്വൽ ടു 19, 2x പ്ലസ് y പ്ലസ് 6z ഈക്വൽ ടു 46. ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ്റെ എക്സ് വൈ സെഡിൻ്റെ കോഎഫിഷ്യൻറ്റ് 5 മൈനസ് 6 4, സെക്കൻഡ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻറ്റ് 7 4 മൈനസ് 3, തേർഡ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻറ്റ് 2 1 6 ഇൻറ്റു വേരിയബിൾസ് എക്സ് വൈ സെഡ് ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള വാല്യൂസ് 15 19 46. അതിനുശേഷം നമുക്ക് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതാം. എ ബാർ ബി ഈക്വൽ ടു, ആദ്യം എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി, അതിൻ്റെ അടുത്ത കോളമായിട്ട് ബി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി 15 19 46. അതിനുശേഷം ഇനി ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കണം. റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡയഗണലിൻ്റെ താഴെയുള്ള എലമെൻറ്റ്സ് നമ്മൾ 0 ആക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ എലമെൻറ്റ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ രണ്ടിനെയും 0 ആക്കണം. ഈ എലമെൻറ്റ് യൂസ് ചെയ്തിട്ട് ഇതിനെ 0 ആക്കണം. അപ്പോൾ നമുക്ക് 5 യൂസ് ചെയ്തിട്ട് 7നെയും 2നെയും 0 ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഇതാണ്. കാൽക്കുലേഷൻ കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ ആ കാൽക്കുലേഷൻ കൂടുതലുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേർഡ് റോയും ഫസ്റ്റ് റോയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ തേർഡ് റോയും ഫസ്റ്റ് റോയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് റോ നമ്മൾ ഫസ്റ്റ് റോ ആയിട്ട് എഴുതും, ഫസ്റ്റ് റോ നമ്മൾ തേർഡ് റോ ആയിട്ട് എഴുതും. സെക്കൻഡ് റോ ഫിക്സ് ചെയ്ത് വെച്ചു. അടുത്തത് 2 യൂസ് ചെയ്തിട്ട് നമുക്ക് 7നെയും 5നെയും 0 ആക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 2 എന്ന് പറയുന്ന എലമെൻറ്റ് 1 ആവാൻ വേണ്ടിയിട്ട് ആ റോ കംപ്ലീറ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ R1 ഗിവ്സ് R1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 2/2 1, 1/2 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 1/2, 6 ഡിവൈഡഡ് ബൈ 2 3, 46 ഡിവൈഡഡ് ബൈ 23. ബാക്കി രണ്ട് റോയും നമ്മൾ അതുപോലെ തന്നെ എഴുതി. അതിനുശേഷം ഈ 1 യൂസ് ചെയ്തിട്ട് നമുക്ക് 7നെയും 5നെയും 0 ആക്കാം. അപ്പോൾ ഇക്വേഷൻ R2 ഗിവ്സ് R2 മൈനസ് 7R1. അപ്പോൾ 7 മൈനസ് 7 0, 4 മൈനസ് 7 ഇൻറ്റു 1/2 1/2 തന്നെ കിട്ടും. അടുത്തത് -3 മൈനസ് 7 ഇൻറ്റു 3 മൈനസ് 24, 19 മൈനസ് 7 ഇൻറ്റു 23 മൈനസ് 142. ഇനി അതിൻ്റെ താഴെയുള്ള എലമെൻറ്റ് 0 ആക്കാൻ R3 ഗിവ്സ് R3 മൈനസ് 5R1. അപ്പോൾ 5 മൈനസ് 5 0, മൈനസ് 6 മൈനസ് 5 ഇൻറ്റു 1/2 മൈനസ് 17/2,
4 minus 5 into 3 minus 11 minus 15 minus 23 into 5 minus 100. അങ്ങനെ കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഈ 1/2 യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ -17/2നെ 0 ആക്കണം. ഈ 1/2 യൂസ് ചെയ്തിട്ട് ഈ 17/2നെ നമ്മൾ 0 ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ R3 gives R3 plus 17 R2. അപ്പോൾ 17/2 plus 17/2 0 എന്ന് കിട്ടി. ഫസ്റ്റ് എലമെൻറ്റ് 0 plus 0, തേർഡ് എലമെൻറ്റ് ഇങ്ങനെ കിട്ടും, ഫോർത്ത് എലമെൻറ്റ് ഇങ്ങനെ കിട്ടും. അതിനുശേഷം നമ്മൾ റാങ്ക് കണ്ടുപിടിക്കണം. അപ്പോൾ റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എ ബാർ ബീൻ്റെ റാങ്ക് നമ്മൾ നമ്പർ ഓഫ് നോൺ സീറോ റോസ് നോക്കി 3 ആണ്. അപ്പോൾ റാങ്ക് ഓഫ് എ ബാർ ബി ഈക്വൽ ടു 3. പിന്നെ നമ്മൾ ലാസ്റ്റത്തെ കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടും. ആ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് നോക്കാം. 1 2 3. അപ്പോൾ റാങ്ക് ഓഫ് എയും 3 ആണ്. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബാർ ബിയും ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണ്. ഇവിടെ 3 അൺനോൺസ് ആണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. നമ്മൾ മെട്രിക്സിനെ തിരിച്ച് പഴയതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 1 1/2 3 0 1/2 minus 24 0 0 minus 419 into x y z equal to റൈറ്റ് സൈഡിലുള്ള വാല്യൂസ് 23 minus 142 minus 2514 എന്നാവും റോ എക്കലോൺ ഫോം ആക്കിയതിന് ശേഷം. അതിനുശേഷം നമ്മളിതിനെ ഇക്വേഷനിലാക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷനാക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1/2y പ്ലസ് 3z ഈക്വൽ ടു 23, 1/2y മൈനസ് 24z ഈക്വൽ ടു മൈനസ് 142, മൈനസ് 419z ഈക്വൽ ടു മൈനസ് 2514 എന്ന് കിട്ടും. അപ്പോൾ ലാസ്റ്റ് ഇക്വേഷനിൽ നിന്നും, അതായത് തേർഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് സെറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ആ സെറ്റ് സെക്കൻഡ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ആ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് നമുക്ക് കിട്ടിയ വൈയും സെറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടും, y 4 എന്ന് കിട്ടും, z ഈക്വൽ ടു 6 എന്ന് കിട്ടും. അതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് y മൈനസ് z മൈനസ് 2w ഈക്വൽ ടു 0, 2x minus 3y minus 3z plus 6w equal to 2, 4x plus y plus z minus 2w equal to 4. അതിനെ മെട്രിക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ 0 1 1 1 minus 2, 2 minus 3 minus 3 6, 4 1 1 minus 2 ഇൻറ്റു ഇവിടുത്തെ വേരിയബിൾസ് എക്സ് വൈ സെഡ് ഡബ്ല്യു ഈക്വൽ ടു റൈറ്റ് സൈഡിലെ വാല്യൂസ് 0 2 4. അതിനെ നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് ആക്കുന്നു. അപ്പോൾ എ ബാർ ബി ഈക്വൽ ടു ആദ്യം എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി, അടുത്ത കോളമായിട്ട് ബി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി. നമ്മളിതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കണം. റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് എലമെൻറ്റ് 0 ആണ്. അപ്പോൾ നമ്മൾ ആ റോയും സെക്കൻഡ് റോയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഫസ്റ്റ് എലമെൻറ്റ് 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എലമെൻറ്റ്സ് 0 ആക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സെക്കൻഡ് റോയും ഫസ്റ്റ് റോയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. R1 ഇൻ്റർചേഞ്ചസ് ടു R2. അപ്പോൾ R1 R2 അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. അതിനുശേഷം നമുക്കിപ്പോൾ ഇവിടെ ഇനി R2 0 ആക്കേണ്ട ആവശ്യമില്ല. R2 ഓൾറെഡി 0 ആയി. ഇനി നമ്മൾ R3 മാത്രം 0 ആക്കിയാൽ മതി. അപ്പോൾ R3ൻ്റെ ഇക്വേഷൻ R3 gives R3 minus 2R1. അപ്പോൾ 4 minus 4 0, 1 minus minus 6 7, 1 minus minus 6 7, minus 2 minus 12 minus 14, 4 minus 4 0 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ എലമെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ 0 ആക്കേണ്ടത് ഈ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ താഴെയുള്ള എലമെൻറ്റ്സാണ് 0 ആക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് എലമെൻറ്റ് 0 ആയി. നമ്മൾ ഈ എലമെൻറ്റ് യൂസ് ചെയ്തിട്ട് ഇതിനെ 0 ആക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരിക R3 gives R3 minus 7 R2. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ലാസ്റ്റ് റോ 0 minus 0, 7 minus 7 0, 7 minus 7 0, 14 minus 14 plus 14 0, 0 minus 0 0. ഇനി നമുക്ക് റാങ്ക് നോക്കാം. ഡയഗണലിൻ്റെ താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആയി. റാങ്ക് നോക്കുമ്പോൾ ആദ്യം റാങ്ക് ഓഫ് എ ബാർ ബി, രണ്ട് നോൺ സീറോ റോ ആണ് ഉള്ളത്. അപ്പോൾ റാങ്ക് ഓഫ് എ ബാർ ബി ഈക്വൽ ടു 2. ഇനി നമ്മൾ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇതിനകത്ത് നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നു. അതിനുശേഷം
നമ്പർ ഓഫ് നോൺ സീറോ റോസ് നോക്കുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ നമ്പർ ഓഫ് നോൺ സീറോ റോയും 2 ആണ്. അപ്പോൾ റാങ്ക് ഓഫ് എ ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ റാങ്ക് ഓഫ് എ ബാർ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണ്, ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണ്. അപ്പോൾ ഇവിടെ ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആയതുകൊണ്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ പഴയതുപോലെ തന്നെ മെട്രിക്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മാറ്റുന്നു. അപ്പോൾ 2 -3 -3 6 0 1 1 2 0 0 0 0 ഇൻറ്റു എക്സ് വൈ സെഡ് ഡബ്ല്യു ഈക്വൽ ടു 2 0 0 എന്ന് കിട്ടും. അതിനെ നമ്മൾ തിരിച്ച് ഇക്വേഷനാക്കി മാറ്റുന്നു. അപ്പോൾ ഇക്വേഷൻ ആക്കുമ്പോൾ 2x - 3y - 3z + 6 w ഈക്വൽ ടു 2. അടുത്തത് y + z - 2w ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് 2 ഇക്വേഷനേ കിട്ടുള്ളൂ. ആ 2 ഇക്വേഷൻ നമ്മൾ എഴുതി. അപ്പോൾ നമുക്കിവിടെ 4 വേരിയബിൾസ് ഉണ്ട്, പക്ഷേ 2 ഇക്വേഷനേ ഉള്ളൂ. അപ്പോൾ 4 വേരിയബിൾസും 2 ഇക്വേഷനിൽ നിന്ന് നമുക്ക് 2 വേരിയബിളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ബാക്കി 2 വേരിയബിളിനെ നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ w ഈക്വൽ ടു എ എന്നും z ഈക്വൽ ടു ബി എന്നും അസ്യൂം ചെയ്തു. ആ 2 വാല്യൂ നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y കിട്ടും. y ഇൻ ടേംസ് ഓഫ് എ ആൻഡ് ബി കിട്ടി. ഇനി ഫസ്റ്റ് ഇക്വേഷനിൽ ഈ കിട്ടിയ വൈയും സെഡും ഡബ്ല്യുവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എക്സ് കിട്ടും. അപ്പോൾ എക്സും കിട്ടി. അപ്പോൾ എക്സും നമുക്ക് എല്ലാ വേരിയബിൾസും കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആണ്, വൈ ഈക്വൽ ടു 2a - b ആണ്, സെഡ് ഈക്വൽ ടു ബി ആണ്, ഡബ്ല്യു ഈക്വൽ ടു എ ആണ്. അപ്പോൾ നമുക്കെല്ലാം ഇൻ ടേംസ് ഓഫ് എ ആൻഡ് ബിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എയും ബിയും കൊടുക്കുന്നതിനനുസരിച്ച് എൻ്റെയും ബിൻ്റെയും വാല്യൂസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് കുറേ സൊല്യൂഷൻ കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ എന്നുള്ള കണ്ടീഷൻ ഇവിടെ കിട്ടിയത്. ഓക്കെ, അത്രയാണ് ഈ ടൈപ്പ് പ്രോബ്ലത്തിനകത്ത് ചെയ്യാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സച്ച് ദാറ്റ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ x + 2y + 3z = 6, x + 3y + 5z = 9, 2x + 5y + az = b has no solution, unique solution, infinite many solution. അപ്പോൾ ഈ ഗോസ് എലിമിനേഷൻ എന്ന് പറയുന്ന മെത്തേഡിനകത്ത് അടുത്ത ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ട് അത് യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിൽ എയും ബിയും കണ്ടുപിടിക്കാൻ, നോ സൊല്യൂഷൻ ആണെങ്കിൽ എയും ബിയും കണ്ടുപിടിക്കാൻ, ഇൻഫിനിറ്റ് മിനി സൊല്യൂഷൻ ആവുന്ന കേസിൽ എയും ബിയും കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം സാധാരണ ചെയ്യുന്ന പോലെ സിസ്റ്റം ഓഫ് ഇക്വേഷനെ മെട്രിക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ റോ എന്ന് പറയുന്നത് 1 2 3, രണ്ടാമത്തെ റോ 1 3 5, മൂന്നാമത്തെ റോ 2 5 8 ഇൻറ്റു എക്സ് വൈ സെഡ് ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള വാല്യൂസ് 6 9 ബി. നമ്മളത് വെച്ചിട്ട് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുന്നു. എ ബാർ ബി ഈക്വൽ ടു 1 2 3 6 1 3 5 9 2 5 എ ബി. പിന്നെ നമ്മൾ ഡയഗണലിൻ്റെ താഴെയുള്ള എലമെൻസിനെ 0 ആക്കുന്നു. അപ്പോൾ 0 ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം റോ 2ൻ്റെ ഇക്വേഷൻ R2 gives R2 minus R1. അപ്പോൾ 1 - 1 0, 3 - 2 1, 5 - 3 2, 9 - 6 3. അതുപോലെ R3ൻ്റെ ഇക്വേഷൻ R3 gives R3 - 2R1. അപ്പോൾ 2 - 2 0, 5 - 4 1, a - 6 b - 12. അതിനുശേഷം നമ്മൾ ഈ 1 യൂസ് ചെയ്തിട്ട് ഈ 1നെ 0 ആക്കണം. അപ്പോൾ ഇക്വേഷൻ R3 gives R3 - R2. അപ്പോൾ 0 - 0 0, 1 - 1 0, a - 6 - 2, a - 8 എന്ന് കിട്ടും, b - 12 - 3, b - 15 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ റോ എക്ലോൺ ഫോമിലായി. ഇനി നമ്മൾ ഇതിൻ്റെ റാങ്ക് വെച്ച് കമ്പയർ ചെയ്തിട്ട് എയും ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നോ സൊല്യൂഷൻ്റെ കേസ്. അപ്പോൾ നോ സൊല്യൂഷനിൽ റാങ്ക് ഓഫ് എ ബാർ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആകരുത്. അപ്പോൾ റാങ്ക് ഓഫ് എ ബാർ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആവാതിരിക്കണമെങ്കിൽ റാങ്ക് ഓഫ് എ 2 ആയിരിക്കണം, റാങ്ക് ഓഫ് എ ബാർ ബി 3 ആയിരിക്കണം. അപ്പോൾ റാങ്ക് ഓഫ് എ 2 ആവാൻ വേണ്ടിയിട്ട് a - 8 0 ആവണം. അപ്പോൾ a - 8 0 ആണെങ്കിൽ a ഈക്വൽ ടു 8 എന്ന് കിട്ടും. അതുപോലെ റാങ്ക് ഓഫ് എ ബാർ ബി 3 ആവണമെങ്കിൽ b - 15 0 ആവരുത്, b - 15 നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ b നോട്ട് ഈക്വൽ ടു 15 എന്ന് കിട്ടും. അപ്പോൾ നോ സൊല്യൂഷൻ്റെ കേസിൽ എൻ്റെ വാല്യൂ 8, ബിൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 15. നെക്സ്റ്റ് കേസ് യുണീക്ക് സൊല്യൂഷൻ്റെ കേസ്. അപ്പോൾ യുണീക്ക് സൊല്യൂഷനിൽ റാങ്ക് ഓഫ് എ ബാർ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആയിരിക്കണം, ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ റാങ്ക് ഓഫ് എ ബാർ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു 3 ആയിരിക്കണം. ഈ കേസിൽ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ
റാങ്ക് ഓഫ് എ ബാർ ബി 3യും റാങ്ക് ഓഫ് എയും 3 കിട്ടണമെങ്കിൽ എ മൈനസ് 8 0 ആവാണ്ടിരുന്നാൽ മതി. അപ്പോൾ എ മൈനസ് 8 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു 8 എന്ന് കിട്ടും. ബി മൈനസ് 15നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബി മൈനസ് 15 0 ആണെങ്കിലും അല്ലെങ്കിലും എ നോട്ട് ഈക്വൽ ടു 8 ആയി കഴിഞ്ഞാൽ എ ബാർ ബിൻ്റെ റാങ്കും എൻ്റെ റാങ്കും നമുക്ക് 3 കിട്ടും. അപ്പോൾ ബി ഹാസ് എനി വാല്യൂ. ബിക്ക് ഏത് വാല്യൂ വേണമെങ്കിലും ആവാം ഈ കേസിൽ. മൂന്നാമത്തെ കേസ് ഇൻഫിനിറ്റ് മെനി സൊല്യൂഷൻ. ഇൻഫിനിറ്റ് മെനി സൊല്യൂഷനിൽ റാങ്ക് ഓഫ് എ ബാർ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയിരിക്കണം, ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കണം. അപ്പോൾ റാങ്ക് ഓഫ് എ ബാർ ബിയും റാങ്ക് ഓഫ് എയും 2 വരണം. അപ്പോൾ റാങ്ക് ഓഫ് എ 2 വരണമെങ്കിൽ എ മൈനസ് 8 ഈക്വൽ ടു 0 ആവണം. അപ്പോൾ എ ഈക്വൽ ടു 8 ആയിരിക്കും. അതുപോലെ റാങ്ക് ഓഫ് എ ബാർ ബി 2 വരണമെങ്കിൽ ബി മൈനസ് 15 കൂടി 0 ആയിരിക്കണം. അപ്പോൾ ബി ഈക്വൽ ടു 15 എന്ന് കിട്ടും. അപ്പോൾ ഇൻഫിനിറ്റ് മെനി സൊല്യൂഷൻ്റെ കേസിൽ എ ഈക്വൽ ടു 8 വരും, ബി ഈക്വൽ ടു 15 വരും. അത്രയാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. അടുത്ത ടോപ്പിക്ക് ഈഗൻ വാല്യൂ ആൻഡ് ഈഗൻ വെക്ടേഴ്സ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഈഗൻ വാല്യൂ ആൻഡ് ഈഗൻ വെക്ടേഴ്സ് ഓഫ് മെട്രിക്സ് 4 1 2 3. അപ്പോൾ നമുക്കിവിടെ ഒരു 2x2 മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. ആ മെട്രിക്സിനെ എ എന്ന് പറഞ്ഞിട്ടെടുത്തു. അപ്പോൾ എ ഈക്വൽ ടു 4 1 2 3. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എ മൈനസ് ലാംഡ ഐ കണ്ടുപിടിക്കുക. അപ്പോൾ എ മൈനസ്, അതായത് 4 1 2 3 മൈനസ് ലാംഡ ഐ എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു 1 0 0 1. ഓക്കെ, അതിനോട് ആ മെട്രിക്സിനോട് ലാംഡ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ 0 0 ലാംഡ എന്ന് കിട്ടും. അപ്പോൾ ആ രണ്ട് മെട്രിക്സും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൈനസ് ചെയ്യുക. ഒന്നാമത്തെ എലമെൻറ്റ്. അപ്പോൾ 4 മൈനസ് ലാംഡ, 1 മൈനസ് 0 1, 2 മൈനസ് 0 2, 3 മൈനസ് ലാംഡ 3 മൈനസ് ലാംഡ. അതിനുശേഷം നമ്മൾ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. Determinant of a minus lambda I equal to 0. That is determinant of 4 minus lambda 1 2 3 minus lambda equal to 0. 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ ഈ എലമെൻറ്റ് ഇൻറ്റു ഈ എലമെൻറ്റ് മൈനസ് ഈ എലമെൻറ്റ് ഇൻറ്റു ഈ എലമെൻറ്റ്. അപ്പോൾ 4 മൈനസ് ലാംഡ ഇൻറ്റു 3 മൈനസ് ലാംഡ മൈനസ് 1 ഇൻറ്റു 2 ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഈ ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഇൻറ്റു 3 12, 4 ഇൻറ്റു ലാംഡ മൈനസ് 4 ലാംഡ minus lambda into 3 minus 3 lambda minus lambda into lambda square minus 2 equal to 0. അപ്പോൾ ലാംഡ സ്ക്വയർ ഉണ്ട്. ലാംഡേൻ്റെ ഹയസ്റ്റ് പവർ ആദ്യം എഴുതി, പിന്നെ ലാംഡേൻ്റെ ടേം എഴുതി, പിന്നെ കോൺസ്റ്റൻറ്റ് എഴുതി. അപ്പോൾ ലാംഡ സ്ക്വയർ മൈനസ് 7 ലാംഡ പ്ലസ് 10, 12 മൈനസ് 2 പ്ലസ് 10 എന്ന് കിട്ടും, ഈക്വൽ ടു 0. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡ ഈക്വൽ ടു 5,2 രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടും. ആ കിട്ടുന്ന ലാംഡേൻ്റെ വാല്യൂ എന്ന് പറയുന്ന പേരാണ് ഈഗൻ വാല്യൂസ്. അടുത്തത് ഈ ഈഗൻ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മളിനി അതിൻ്റെ ഈഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. ഓരോ ഈഗൻ വാല്യൂവിനും കറസ്പോണ്ടിങ് ഈഗൻ വെക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആദ്യം ഈഗൻ വെക്ടർ ഫോർ ലാംഡ ഈക്വൽ ടു 5. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനിലേക്കാണ് നമ്മൾ ലാംഡ, ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈഗൻ വെക്ടർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 4 മൈനസ് ലാംഡ 1 2 3 മൈനസ് ലാംഡ ഇൻറ്റു ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ x1 x2. ഇതാണ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഈക്വൽ ടു 0. ഈ മെട്രിക്സിനകത്തേക്ക് നമ്മൾ ലാംഡ ഈക്വൽ ടു 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏത് ഈഗൻ വാല്യൂയിലാണോ കണ്ടുപിടിക്കേണ്ടത് ആ ഈഗൻ വാല്യൂ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 4 മൈനസ് 5 മൈനസ് 1 1 2 3 മൈനസ് 5 മൈനസ് 2 ഇൻറ്റു x1 x2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ രണ്ട് ഇക്വേഷൻ ആക്കി മാറ്റാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ മൈനസ് x1 പ്ലസ് x2 ഈക്വൽ ടു 0. രണ്ടാമത്തെ ഇക്വേഷൻ 2x1 മൈനസ് 2x2 ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 2x2 മെട്രിക്സിൻ്റെ കേസിൽ എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ ചൂസ് ചെയ്യുന്നു. അപ്പോൾ മൈനസ് x1 പ്ലസ് x2 ഈക്വൽ ടു 0. അവിടെ നിന്ന് x2ൻ്റെ ടേമിനെ എപ്പോഴും റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ മൈനസ് x1 ഈക്വൽ ടു മൈനസ് x2 എന്ന് കിട്ടും. അതിനുശേഷം ഇവിടുത്തെ x2ൻ്റെ കോയഫിഷ്യൻറ്റിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. ഇവിടുത്തെ x1ൻ്റെ കോയഫിഷ്യൻറ്റിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടുത്തെ -1 ആണ് കോയഫിഷ്യൻറ്റ്, അതിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. ഇവിടുത്തെ കോയഫിഷ്യൻറ്റ് -1 ആണ്, റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ x1/-1 ഈക്വൽ ടു x2/-1. അപ്പോൾ ആ x1ൻ്റെ താഴെയുള്ളതാണ് x1ൻ്റെ വാല്യൂ, x2ൻ്റെ താഴെയുള്ളതാണ് x2ൻ്റെ വാല്യൂ. അപ്പോൾ നമ്മളിതിന് ഈഗൻ വെക്ടേഴ്സായിട്ട് എഴുതുമ്പോൾ x1 x2 ഈക്വൽ ടു -1 1. അതിനകത്ത് നമുക്ക് മൈനസ് നെഗറ്റീവ് സൈൻ എലിമിനേറ്റ് ചെയ്ത് കളയാം.
അപ്പോൾ നെഗറ്റീവ് സൈൻ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 1 1 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമുക്കൊരു ഈഗൻ വെക്ടർ എഴുതുമ്പോൾ എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കോമൺ ടേമിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അത് നമ്പേഴ്സ് ആണെങ്കിലും സൈൻസ് ആണെങ്കിലും. അപ്പോൾ ഒന്നാമത്തെ ഈഗൻ വെക്ടർ എന്ന് പറഞ്ഞാൽ 1 1 ആണ്. ഇനി രണ്ടാമത്തെ ഈഗൻ വെക്ടർ കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ ഈഗൻ വാല്യൂ എടുക്കുക. രണ്ടാമത്തെ ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു 2 ആണ്. അത് നമ്മുടെ ഇക്വേഷനിലേക്ക് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് മെട്രിക്സ് കിട്ടുക 2 1 2 1 ഇൻറ്റു x1 x2 ഈക്വൽ ടു 0. അപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2x1 പ്ലസ് x2 ഈക്വൽ ടു 0, 2x1 പ്ലസ് x2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. രണ്ട് സെയിം ഇക്വേഷൻ ആയിരിക്കും കിട്ടും. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ആ രണ്ട് ഇക്വേഷനിൽ നിന്ന് ഞാൻ ആദ്യത്തെ ഇക്വേഷൻ ചൂസ് ചെയ്തു. രണ്ട് സെയിം ഇക്വേഷനാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഇക്വേഷൻ ചൂസ് ചെയ്തു. അപ്പോൾ 2x1 പ്ലസ് x2 ഈക്വൽ ടു 0. അപ്പോൾ അവിടുന്ന് x2ൻ്റെ ടേമിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ 2x1 ഈക്വൽ ടു മൈനസ് x2. ഇവിടുത്തെ x1ൻ്റെ കോഎഫിഷ്യൻറ്റിനെ ഞാൻ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ ഇവിടുത്തെ x2ൻ്റെ കോഎഫിഷ്യൻറ്റിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ x1 ബൈ മൈനസ് 1 ഈക്വൽ ടു x2 ബൈ 2. അപ്പോൾ ഇവിടുത്തെ ഈഗൻ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ x1 x2 ഈക്വൽ ടു മൈനസ് 1 2 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് 2x2 മെട്രിക്സിൻ്റെ ഈഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക. അടുത്തതായിട്ട് നമുക്ക് 3x3 മെട്രിക്സിൻ്റെ ഈഗൻ വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഈഗൻ വാല്യൂ ആൻഡ് ഈഗൻ വെക്ടർ ഓഫ് 2 1 1 1 2 1 0 0 1 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഈഗൻ വാല്യൂ ആൻഡ് ഈഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സിന് എ എന്ന് പറഞ്ഞിട്ട് എടുത്തു. അപ്പോൾ എ ഈക്വൽ ടു 2 1 1 1 2 1 0 0 1. അപ്പോൾ ഇവിടെ 3x3ൻ്റെ കേസിൽ നമ്മൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും, ഒരുപാട് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ പഠിക്കാം. ആ ഇക്വേഷൻ വെച്ചിട്ട് കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓക്സിലറി ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് a11 പ്ലസ് a22 പ്ലസ് a33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് 3x3ൻ്റെ കേസിൽ പഠിക്കേണ്ട ഓക്സിലറി ഇക്വേഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇതിനകത്ത് ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ കേസിലുള്ള നമ്മുടെ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സം എടുക്കുക. ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 2 1. അപ്പോൾ സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 + 2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അടുത്തത് ഇക്വേഷനിലുള്ളത് a11 a22 a33 ആണ്. അപ്പോൾ a11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സിലെ 1 1 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ. അപ്പോൾ a11 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ കണ്ടുപിടിക്കുക. a11 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ മൈനർ കണ്ടുപിടിക്കാൻ ആ a11 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ റോയും കോളോ എലിമിനേറ്റ് ചെയ്തിട്ട് a11 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ റോയും കോളോ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 1 0 1 എന്നാണ്. അപ്പോൾ ആ 2 1 0 1ൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ ക്യാപിറ്റൽ A 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് 2 1 0 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 മൈനസ് 0 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അടുത്തത് a22 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ. അപ്പോൾ 22 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക ഡിറ്റർമിനൻ്റ് ഓഫ് 2 1 0 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 - 0 2 എന്ന് തന്നെ ആൻസർ കിട്ടും. അടുത്തത് a33 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ, അതായത് തേർഡ് റോയിൽ തേർഡ് കോളത്തിലുള്ള എലമെൻറ്റിൻ്റെ മൈനർ എടുക്കുക. അപ്പോൾ മൈനർ എടുക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുക ഡിറ്റർമിനൻ്റ് ഓഫ് 2 1 1 2. അപ്പോൾ ആൻസർ കിട്ടുക 4 - 1 3 എന്ന് കിട്ടും. 2 × 2 4 മൈനസ് 1 × 1 ഈക്വൽ ടു 3 എന്ന് ആൻസർ കിട്ടും. അടുത്തത് നമുക്ക് ഓക്സിലറി ഇക്വേഷനിൽ ആവശ്യമുള്ളത് ഡിറ്റർമിനൻ്റ് എ ആണ്. ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കണം. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് 2 1 1 1 2 1 0 0 1. അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു റോയോ അല്ലെങ്കിൽ ഒരു കോളമോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ചെയ്യുന്നത് ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 2 × 2 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ റോയും കോളവും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഡിറ്റർമിനൻ്റ് ഓഫ് 2 1 0 1 ആണ്.
അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 - 0 എന്ന് കിട്ടും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി മൈനസ് സെക്കൻഡ് എലമെൻറ്റ് ഇൻറ്റു, അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് എലമെൻറ്റ് എടുക്കുമ്പോൾ നെഗറ്റീവ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ -1 ഇൻറ്റു ആ -1ൻ്റെ എലമെൻറ്റിൻ്റെ റോയിങ് കോളം എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് 1101 ആണ്. അപ്പോൾ 1101ൻ്റെ എക്സ്പാൻഷൻ 1 - 0 പ്ലസ് തേർഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1ൻ്റെ റോയിങ് കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1200 എന്നാണ് ഉണ്ടാവുക. അപ്പോൾ 1200 എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 - 0 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ ആൻസർ വരിക 4 - 1 3 എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ കിട്ടിയ വാല്യൂസ് കംപ്ലീറ്റ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് 5 ആണ് കിട്ടിയത്. അപ്പോൾ -5 λ² പ്ലസ് A11 പ്ലസ് A22 പ്ലസ് A33 മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 എന്ന് കിട്ടും. അപ്പോൾ +7 ലാംഡ മൈനസ് ഡിറ്റർമിനൻ്റ് എ, അതായത് 3 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ -3 = 0. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ക്യൂബ് -5 λ² പ്ലസ് 7 ലാംഡ -3 = 0. ഇത് ക്യൂബിക് ഇക്വേഷൻ ആണ്. ക്യൂബിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡയ്ക്ക് 3 വാല്യൂസ് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ലാംഡ 3 1 1 എന്ന് പറഞ്ഞിട്ട് 3 ആൻസേഴ്സ് കിട്ടി. അപ്പോൾ ഇവിടുത്തെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് 3 1 1 1 ആണ്. അപ്പോൾ ഇനി നമ്മളിവിടെ അതിൻ്റെ ഈഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഈഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ഈഗൻ വാല്യൂസ് ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഈഗൻ വെക്ടർ ഫോർ ലാംഡ = 3. അപ്പോൾ നമ്മുടെ ഈഗൻ വെക്ടറിൻ്റെ ഇക്വേഷൻ A - λ × x = 0 എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ A - λ എന്ന് പറയുന്നത് 2 - λ 1 1 1 2 - λ 1 0 0 1 - λ × x1 x2 x3. ഇവിടെ 3/3 മെട്രിക്സ് ആയതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ X x1 x2 x3 3 എലമെൻറ്റ് എടുക്കുന്നത് =0. അതിനകത്തേക്ക് λ = 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ λ = 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നാമത്തെ റോ -1 1 1 എന്ന് കിട്ടും. രണ്ടാമത്തെ റോ 1 -1 1 എന്ന് കിട്ടും. മൂന്നാമത്തെ റോ 0 0 -2 എന്ന് കിട്ടും ഇൻറ്റു x1 x2 x3 = 0. നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്ത് 3 ഇക്വേഷനാക്കി കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക -x1 + x2 + x3 = 0, x1 - x2 + x3 = 0 ആൻഡ് -2x3 = 0. അങ്ങനെ 3 ഇക്വേഷനാണ് കിട്ടുക. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. അതിനകത്ത് ഏതെങ്കിലും 2 ഇക്വേഷനാണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. 3/3ൻ്റെ കേസിൽ നമ്മളിവിടെ എപ്പോഴും 3 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഏതെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള 2 ഇക്വേഷൻ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ചൂസ് ചെയ്തതിന് ശേഷം ആദ്യം x2ൻ്റെ കോഎഫിഷ്യൻസ്, നമ്മൾ ചൂസ് ചെയ്ത ഇക്വേഷൻ്റെ x2ൻ്റെ കോഎഫിഷ്യൻസ് ആദ്യം ഇവിടെ എഴുതുക. ഇതാണ് 1 - 1 താഴെ എഴുതി. അടുത്തത് x3ൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതുക 1 1. അടുത്തത് x1ൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതുക. അടുത്തത് വീണ്ടും x2ൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതുക. അതിനുശേഷം ആദ്യം എഴുതിയ 2 എലമെൻസിൻ്റെ ഇടയിൽ x1 എന്ന് എഴുതുക. അടുത്ത 2 എലമെൻസിൻ്റെ ഗ്യാപ്പിൽ x2 എന്ന് എഴുതുക. അടുത്ത 2 എലമെൻസിൻ്റെ ഗ്യാപ്പിൽ x3 എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈഗൻ വെക്ടർ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് x1ൻ്റെ ഈഗൻ വെക്ടർ കിട്ടാൻ വേണ്ടിയിട്ട്, x1ൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് x1 / ആദ്യം എടുത്ത 2 എലമെൻസിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. അതായത് 1 × 1 -1 × 1 ചെയ്ത് കഴിഞ്ഞാൽ x1ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് x1 / 1 -1 x1 / 2 എന്ന് കിട്ടും. അടുത്തത് x2ൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് x2 / x2ൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള വാല്യൂസ്, x2ൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള ഈ വാല്യൂസിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. അപ്പോൾ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ 1 × -1 1 × 1 1 - 1 -1 എന്ന് കിട്ടും. അപ്പോൾ x2 / 2 എന്ന് ആൻസർ കിട്ടും. അടുത്തത് x3ൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവസാനത്തെ 2 കോളത്തിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. അവസാനത്തെ 2 കോളം എന്ന് പറഞ്ഞാൽ -1 1 1 -1 എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ -1 × -1 -1 × 1 എന്ന് കിട്ടും. അതായത് 0 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ x1ൻ്റെ വാല്യൂ x2ൻ്റെ വാല്യൂ x3ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ വെക്ടറായിട്ട് എഴുതാം. അപ്പോൾ വെക്ടറായിട്ട് എഴുതുമ്പോൾ x1 x2 x3 = 2 2 0. അപ്പോൾ ഇവിടെ
2 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 2 നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആൻസർ 1 1 0 എന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ഈഗൻ വാല്യൂവിൻ്റെ ഈഗൻ വെക്ടറാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അടുത്തതിന് രണ്ടാമത്തെ ഈഗൻ വാല്യൂ ലാംഡ ഈക്വൽ ടു 1. അപ്പോൾ ലാംഡ ഈക്വൽ ടു 1 നമ്മുടെ ഈഗൻ വെക്ടറിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എ മൈനസ് ലാംഡ ഇ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 1 1 1 1 1 0 0 0 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേഷനാക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു 0, x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു 0. മൂന്നാമത്തെ ഇക്വേഷൻ ഉണ്ടാവില്ല, കാര്യം അതിനകത്ത് എലമെൻറ്റ്സ് ഒക്കെ 0 ആണ്, ആ റോയിലെ എലമെൻറ്റ്സ് ഒക്കെ 0 ആണ്. അപ്പോൾ നമുക്കിവിടെ 2 ഇക്വേഷനാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ 2 ഇക്വേഷനും ഈക്വൽ ആണ്, സെയിം ഇക്വേഷനാണ്. അപ്പോൾ സെയിം ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈഗൻ വെക്ടർ കിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ മാത്രം ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഇക്വേഷൻ മാത്രം ചൂസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇപ്പോൾ 3 വേരിയബിൾ ഉണ്ട്, x1 x2 x3. പക്ഷേ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഇക്വേഷനേ ഉള്ളൂവെങ്കിൽ നമുക്ക് ഒരു വേരിയബിളേ കിട്ടുള്ളൂ, ബാക്കി 2 വേരിയബിൾ നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ x3 ഈക്വൽ ടു എ എന്ന് അസ്യൂം ചെയ്തു, x2 ഈക്വൽ ടു ബി എന്ന് അസ്യൂം ചെയ്തു. അത് നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു 0യിൽ അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x1 പ്ലസ് ബി പ്ലസ് എ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ x1 ഈക്വൽ ടു മൈനസ് എ മൈനസ് ബി എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് 3 വാല്യൂസും കിട്ടി. x1 ഈക്വൽ ടു മൈനസ് എ മൈനസ് ബി, x2 ഈക്വൽ ടു ബി, x3 ഈക്വൽ ടു എ. അപ്പോൾ നമ്മുടെ ഈഗൻ വെക്ടറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ x1 x2 x3 ഈക്വൽ ടു x1ൻ്റെ വാല്യൂ മൈനസ് എ മൈനസ് ബി, x2ൻ്റെ വാല്യൂ ബി, x3ൻ്റെ വാല്യൂ എ. അതിനുശേഷം നമുക്ക് ഈഗൻ വെക്ടേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷനിൽ നിന്ന് എ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഒന്നാമത്തെ ഇക്വേഷനിലെ എയുടെ കോയഫിഷ്യൻറ്റ് -1, രണ്ടാമത്തെ ഇക്വേഷനിലെ എയുടെ കോയഫിഷ്യൻറ്റ് അവിടെ എ ഇല്ലാത്തതുകൊണ്ട് 0 ആണ്, മൂന്നാമത്തെ ഇക്വേഷനിലെ എയുടെ കോയഫിഷ്യൻറ്റ് 1 എന്നെഴുതി, പ്ലസ് ബി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ഓരോ ഇക്വേഷനിലെയും ബീൻ്റെ കോയഫിഷ്യൻറ്റ് എഴുതുക. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനിലെ ബീൻ്റെ കോയഫിഷ്യൻറ്റ് -1, രണ്ടാമത്തെ ഇക്വേഷനിലെ ബീൻ്റെ കോയഫിഷ്യൻറ്റ് 1, മൂന്നാമത്തെ ഇക്വേഷനിൽ ബി ഇല്ല, അപ്പോൾ കോയഫിഷ്യൻറ്റ് 0. അപ്പോൾ നമുക്കിവിടെ 2 ഈഗൻ വെക്ടേഴ്സ് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഈഗൻ വെക്ടർ -1 0 1 ആയിരിക്കും, ഒരു ഈഗൻ വെക്ടർ -1 1 0 ആയിരിക്കും. ഇവിടെ നമുക്ക് ഇങ്ങനെ 2 ഈഗൻ വെക്ടർ ഒരു സ്റ്റെപ്പിൽ തന്നെ കിട്ടാൻ കാര്യം നമുക്കിവിടെ റിപ്പീറ്റിംഗ് റൂട്ട്സ് വന്നുകൊണ്ടാണ്. ഒരു ഈഗൻ വാല്യൂ റിപ്പീറ്റിംഗ് ആയിരുന്നു, 1,1 എന്നാണ് കിട്ടിയത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടുന്നത്. ഈഗൻ വാല്യൂസ് എല്ലാം ഡിഫറെൻ്റ് ആണെങ്കിൽ 3 സ്റ്റെപ്പ് എടുത്തിട്ടേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. ഇവിടെ റിപ്പീറ്റിംഗ് റൂട്ട്സ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് 2 ഈസ് ആൻ ഈഗൻ വാല്യൂ ഓഫ് 3 - 1 1 -1 5 -1 1 -1 3 without using its characteristic equation, find other eigenvalues. Also find the eigenvalues of a cube, a transpose, a inverse, 5a, a minus 3i and adjoint a. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഒരു 3x3 മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ മെട്രിക്സിലെ ഒരു ഈഗൻ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി 2 ഈഗൻ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. 3x3 മെട്രിക്സ് ആയതുകൊണ്ട് 3 ഈഗൻ വാല്യൂ ആണ് ഉണ്ടാവുക. അതിനകത്ത് ബാക്കി 2 ഈഗൻ വാല്യൂ കണ്ടുപിടിക്കണം. ബാക്കി 2 ഈഗൻ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഓരോ മെട്രിക്സിൻ്റെയും ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈഗൻ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈഗൻ വാല്യൂസിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഈഗൻ വാല്യൂസിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു ഈഗൻ വാല്യൂ 2 ആണ്. ഒരു ഈഗൻ വാല്യൂ 2 ആയതുകൊണ്ട് λ 1 = 2 എന്ന് എടുത്തു. അതിനുശേഷം ഈഗൻ വാല്യൂവിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സം ഓഫ് ഈഗൻ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ സം ഓഫ് ഈഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ λ 1 + λ 2 + λ 3 എന്ന് എടുത്തു. ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ 3 + 5 + 3. അപ്പോൾ ഒരു ഈഗൻ വാല്യൂ നമുക്ക് തന്നതുകൊണ്ട് 2 + λ 2 + λ 3 = 11 എന്ന് എഴുതാം. അപ്പോൾ അവിടുന്ന് λ 2 + λ 3 = 11 - 2 9 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ 9 എന്ന് കിട്ടി. അപ്പോൾ അതൊരു ഇക്വേഷൻ. ഇനി ഇതുപോലൊരു ഇക്വേഷനും കൂടി ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കിയുള്ള ഈഗൻ വാല്യൂസ് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. അടുത്ത പ്രോപ്പർട്ടി പ്രൊഡക്റ്റ് ഓഫ് ഈഗൻ വാല്യൂസ് = ഡിറ്റർമിനൻ്റ് എ ആയിരിക്കും. നമ്മുടെ മെട്രിക്സിൻ്റെ പ്രൊഡക്റ്റ് ഓഫ് ഈഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിറ്റർമിനൻ്റ് എ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഡിറ്റർമിനൻ്റ് എ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ = ഡിറ്റർമിനൻ്റ് ഓഫ് 3 - 1 1
-1 5 -1 1 -1 3. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ 3 × 5 × 3 -1 × -1. അപ്പോൾ 5 × 3 15, 15 - 1 14. അതുകൊണ്ടാണ് 3 × 14 എന്ന് എഴുതിയിരിക്കുന്നത്. മൈനസ് സെക്കൻഡ് എലമെൻറ്റ് ഇൻറ്റു, അതായത് -1 ഇൻറ്റു -1ൻ്റെ റോയിങ് കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -1 × 3 -1 × -1. അപ്പോൾ -3 + 1 -2 എന്ന് കിട്ടും. പ്ലസ് തേർഡ് എലമെൻറ്റ് 1 ഇൻറ്റു, അതിൻ്റെ റോയിങ് കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -1 × -1 -1 × 5, അതായത് 1 - 5 -4 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ ആൻസർ വരിക 42 -2 -4 36 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ഈഗൻ വാല്യൂസ് λ1 × λ2 × λ3 = 36 എന്ന് എഴുതാം. അതിനകത്ത് ഒരു ഈഗൻ വാല്യൂ നമുക്കറിയാം, λ1 = 2 ആണ്. അപ്പോൾ 2 × λ2 × λ3 = 36, λ2 × λ3 = 18 എന്ന് കിട്ടും. 2 അപ്പുറം പോകുമ്പോൾ 36/2 എന്നാവും. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ λ2യും λ3യും കണ്ടുപിടിക്കാൻ. അപ്പോൾ ആദ്യം ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന്, ഒന്നാമത്തെ ഇക്വേഷൻ λ2 + λ3 = 9 എന്നായിരുന്നു. അവിടെ നമുക്ക് λ3 = 9 - λ2 എന്ന് എഴുതാം. ആ ഇക്വേഷൻ നമ്മൾ സെക്കൻഡ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ λ2 × 9 - λ2 = 18. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 λ2 - λ2² = 18 എന്ന് കിട്ടും. അവിടെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാം. λ2² - 9 λ2 + 18 = 0. ലെഫ്റ്റ് സൈഡിലുള്ള ടേംസിനൊക്കെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ λ2ക്ക് 2 വാല്യൂ കിട്ടും, 6,3. നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ λ2 = 3 എന്ന് ചൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് λ3 നമുക്കൊരു ഇക്വേഷൻ നേരത്തെ കിട്ടിയിട്ടുണ്ട്, 9 - λ2. ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 9 - 3 6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഈഗൻ വാല്യൂസ് λ1 = 2, λ2 = 3 ആൻഡ് λ3 = 6. അടുത്തതിന് ഓരോ മെട്രിക്സിൻ്റെയും ഈഗൻ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഇഫ് ഈഗൻ വാല്യൂസ് ഓഫ് എ = λ1, λ2, λ3 ആണെങ്കിൽ ഈഗൻ വാല്യൂ ഓഫ് a³ എന്ന് പറയുന്നത് ഓരോ ഈഗൻ വാല്യൂവിൻ്റെയും ക്യൂബ് എടുത്താൽ മതി. നമുക്ക് എൻ്റെ ഈഗൻ വാല്യൂ അറിയാം, λ1, λ2, λ3 ആണെന്ന്. അപ്പോൾ a³ ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് λ1³ λ2³ λ3³. ഓരോ ഈഗൻ വാല്യൂവിൻ്റെയും ക്യൂബ് എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ഈഗൻ വാല്യൂ ഓഫ് a⁴ ആണ് ചോദിക്കുന്നതെങ്കിൽ λ1⁴, λ2⁴, λ3⁴. ഇവിടുത്തെ ആൻസർ 2³ 3³ 6³, 8 27 216 എന്ന് കിട്ടും. അടുത്തത് ഈഗൻ വാല്യൂ ഓഫ് A ട്രാൻസ്പോസ്. അപ്പോൾ നമ്മുടെ മെട്രിക്സിൻ്റെ ഈഗൻ വാല്യൂ λ1, λ2, λ3 ആണെങ്കിൽ A ട്രാൻസ്പോസിൻ്റെയും ഈഗൻ വാല്യൂ λ1, λ2, λ3 തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ 2 3 6. അടുത്തത് ഈഗൻ വാല്യൂ ഓഫ് A ഇൻവേഴ്സ്. നമ്മുടെ മെട്രിക്സിൻ്റെ ഈഗൻ വാല്യൂസ് λ1, λ2, λ3 ആണെങ്കിൽ A ഇൻവേഴ്സിൻ്റെ ഈഗൻ വാല്യൂസ് 1/λ1, 1/λ2, 1/λ3 ആയിരിക്കും. അപ്പോൾ A ഇൻവേഴ്സിൻ്റെ ഈഗൻ വാല്യൂസ് 1/2, 1/3, 1/6. അടുത്തത് ഈഗൻ വാല്യൂ ഓഫ് 5A. അപ്പോൾ 5A എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഗൻ വാല്യൂസിനോട് 5 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5λ1, 5λ2, 5λ3. അപ്പോൾ 5 × 2 10, 5 × 3 15, 5 × 6 30 അങ്ങനെ കിട്ടും. അടുത്തത് ഈഗൻ വാല്യൂ ഓഫ് A - 3i. അപ്പോൾ A - 3i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് λ1 - 3, λ2 - 3, λ3 - 3. ഇനിയിപ്പോൾ A - 10i എന്നാണ് ചോദിക്കുന്നതെങ്കിൽ λ1 - 10, λ2 - 10, λ3 - 10 എന്ന് എഴുതാം. ഓരോ ഈഗൻ വാല്യൂവിനോടും 3 മൈനസ് ചെയ്തു. അപ്പോൾ 2 - 3 - 1, 3 - 3 0, 5 - 6 - 3 3. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈഗൻ വാല്യൂ ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് A. അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് എൻ്റെ ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് A/λ1, ഡിറ്റർമിനൻ്റ് A/λ2, ഡിറ്റർമിനൻ്റ് A/λ3. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 36 ആണ്. ആദ്യത്തെ ഈഗൻ വാല്യൂ 36/2 18, രണ്ടാമത്തത് 36/3 12, മൂന്നാമത്തെ ഈഗൻ വാല്യൂ 36/6 6 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയും ടൈപ്പ് മെട്രിക്സിൻ്റെ ഈഗൻ വാല്യൂസ് ആണ് നമ്മൾ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടത്.